ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് അതിൻ്റെ ആഭ്യന്തര ജനാധിപത്യത്തിലാണ്. എന്നാൽ ആ സ്വാതന്ത്ര്യം പരസ്യമായി ചെളിവാരിയെറിയലായി മാറുമ്പോൾ തകരുന്നതൊരു വലിയ ജനവിഭാഗത്തിൻ്റെ പ്രതീക്ഷകൾ കൂടിയാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന ആഭ്യന്തര തർക്കങ്ങൾ കേവലം ചില നേതാക്കളുടെ ഈഗോ പോരാട്ടങ്ങൾ മാത്രമല്ല, മറിച്ച് അടിത്തട്ടിലെ പ്രവർത്തകരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്ന നേതൃത്വത്തിൻ്റെ ചില തെറ്റായ സമീപനങ്ങൾക്കെതിരെയുള്ള വിയോജിപ്പുകൾ കൂടിയാണ്. ഗവൺമെൻറ് പ്ലീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് KSU ഉയർത്തിയ പ്രതിഷേധങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ പരാമർശങ്ങളാണ് ഇപ്പോഴത്തെ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായത്. കോൺഗ്രസിനായി ചോരയും നീരുമൊഴുക്കി പ്രവർത്തിച്ചവരെയും പോഷക സംഘടനക്കാരെയും സർക്കാർ നിയമനങ്ങളിൽ ആവശ്യമായ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന തരത്തിൽ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ കൃത്യമായ പരാതി ഉയർത്തി. എന്നാൽ പ്ലീഡർ നിയമനത്തിൽ KSU യൂണിറ്റ് കമ്മിറ്റിക്ക് എന്താണ് കാര്യമെന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആ പരാതിയെ പൂർണ്ണമായി തള്ളിക്കളയുകയും അപഹസിക്കുകയുമാണ് ചെയ്തത്. ഒരു വിദ്യാർത്ഥി സംഘടനയെയും അതിൻ്റെ പ്രവർത്തകരെയും പരസ്യമായി അപമാനിക്കുന്നതിന് തുല്യമായ ഈ ചോദ്യം KSUക്കാരെ ഒന്നടങ്കം ചൊടിപ്പിച്ചു കഴിഞ്ഞു. തങ്ങളെ അവഗണിക്കുന്ന ഈ നിലപാടിൽ KSUവിൽ കടുത്ത അതൃപ്തിയാണ് പുകയുന്നത്. സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരാൻ കാരണമായതും ഇതുതന്നെയാണ്. അലോഷ്യസ് സേവ്യറിന് നേതൃത്വത്തെ നേരിട്ട് കണ്ട് ഈ പരാതികൾ ബോധിപ്പിക്കാൻ പോലും അവസരം ലഭിച്ചില്ല എന്നൊരാക്ഷേപം കൂടി വന്നതോടെ അടിത്തട്ടിലെ പ്രവർത്തകരുടെ അമർഷം ഇരട്ടിയായി. ഇതിൻ്റെ തുടർച്ചയെന്നോണം KPCC വക്താവ് ജിൻഡോ ജോണും VR അനൂപും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പുകൾ വലിയ ചർച്ചയായി മാറി. വിയർപ്പൊഴുക്കി പാർട്ടിയെ വളർത്തിയവരെ ചവിട്ടുപടികളാക്കി മാറ്റിവെച്ച് സ്വന്തം താൽപ്പര്യങ്ങൾക്കനുസരിച്ച് നിയമനങ്ങൾ നടത്തുന്ന നയത്തെ ജിൻഡോ ജോൺ അതിരൂക്ഷമായി വിമർശിച്ചപ്പോൾ ഇത്തരം പരസ്യ പ്രതികരണങ്ങൾ പാർട്ടിയുടെ അച്ചടക്കത്തെ ബാധിക്കുമെന്നും എതിരാളികൾക്ക് രാഷ്ട്രീയായുധം നൽകുമെന്നും ഓർമ്മിപ്പിച്ച് രാജു P. നായർ എന്ന കോൺഗ്രസ് നേതാവിനെ പോലുള്ളവർ രംഗത്ത് വന്നു. പരസ്യമായ തമ്മിലടി പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നത് ശരിയാണെങ്കിലും ഈ നിർണായക ഘട്ടത്തിൽ തിരുവനന്തപുരം ആര്യനാട് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അജു K. മധു പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പ് എല്ലാ കോൺഗ്രസുകാരും ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. 10 വർഷത്തെ ഭരണത്തിന് ശേഷം CPMനെ ജനങ്ങൾ സഹികെട്ട് ഇറക്കിവിട്ടത് എന്തിനാണെന്ന് വളരെ കൃത്യമായി അറിയാവുന്ന കോൺഗ്രസുകാർ ഉള്ളിൽ തന്നെ ഗ്രൂപ്പ് കളിച്ച് ജനങ്ങൾ തന്ന ഈ ഭരണം കളഞ്ഞു കുളിക്കരുത് എന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. VD സതീശൻ നിലപാടിൻ്റെ രാജകുമാരനാണെന്നതിൽ തർക്കമില്ല. അദ്ദേഹം കേരളത്തിൻ്റെ തൻ്റെയിടമുള്ള മുഖ്യമന്ത്രി തന്നെയാണ്. എന്നാൽ കോൺഗ്രസുകാർ തന്നെ പ്രതിപക്ഷമാകുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ദൈവത്തെ ഓർത്ത് കോൺഗ്രസുകാർ ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. ഒരധികാര സ്ഥാനത്തിനും വേണ്ടി വടംവലി നടത്താത്ത ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് ഇന്നും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്നത്. അവരുടെ മനസ്സിൽ നിന്ന് തമ്മിൽ തല്ലുന്ന ഈ നേതാക്കന്മാരാകാതെ അണികളെയും പോഷക സംഘടനകളെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാൻ നേതൃത്വത്തിന് കഴിയണം. പാർട്ടിക്കുള്ളിലെ തർക്കങ്ങൾ അതിരുകടന്ന് പരസ്യമായ വെല്ലുവിളികളായി മാറുമ്പോൾ അണികൾക്കും പൊതുജനങ്ങൾക്കും മുന്നിൽ കോൺഗ്രസിൻ്റെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഗ്രൂപ്പ് താൽപ്പര്യങ്ങൾക്കും വ്യക്തിഗത മേധാവിത്വങ്ങൾക്കും അപ്പുറം അടിത്തട്ടിലെ സാധാരണ പ്രവർത്തകരെയും KSU പോലുള്ള യുവ നേതൃത്വത്തെയും അവഗണിക്കാതെ അവരെ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോയാൽ മാത്രമേ കോൺഗ്രസിന് അതിൻ്റെ യഥാർത്ഥ കരുത്ത് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ.